പുന്നമടക്കായിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണ്ണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറി ഇന്ന് യോഗം ചേരുകയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും അവർ സമിതി കേൾക്കും. മനീഷ് മഹിവാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷിന് ആ വള്ളംകളിയുടെ ഇഫക്റ്റൊക്കെ കുറഞ്ഞോ? അതെ, വള്ളംകളിയുടെ എഫക്റ്റൊക്കെ കുറഞ്ഞിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. എന്തായാലും എസ്കെൻ അതിനെ തുടർന്നുള്ള തർക്കമാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. ആ ഒരു തർക്കത്തിൽ ഇന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ജൂറി ഓഫ് അപ്പീൽ ഇന്നൊരു യോഗം ചേരുകയും ഒപ്പം തന്നെ ഈ പരാതിക്കാർ രണ്ടുപേരാണ്. ഒന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന വിയ്യപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബും മൂന്നാം സ്ഥാനത്തുള്ള കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആ വള്ളം സമിതിയല്ല, അതായത് നടുഭാഗം ചുണ്ടനിലെ ആൾക്കാരുമാണ് ഈ പരാതിക്കാർ. ഈ രണ്ടാം സ്ഥാനക്കാരുടെ പരാതി, അതായത് 0.0005 സെക്കൻഡുകൾക്കാണ് കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തിയത്. ഇതിൽ കൃത്രിമമുണ്ട്. കാരണം ഒരേ സമയം എത്തിയ രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ പിന്നീട് അത് മാക്രോ സെക്കൻഡുകളിലേക്ക് വിഭജിക്കുന്ന സമയത്ത് അത് 2 സെക്കൻഡുകളായി പോകുന്നതിൽ ശാസ്ത്രീയമായ പിശകുകൾ സംഭവിച്ചു എന്നാണ് രണ്ടാം സ്ഥാനക്കാരുടെ ആരോപണവും പരാതിയും. അതിന്മേലുള്ള ഒരു പരിശോധന നടക്കും. അതിനായി ഈ ജൂറി ഓഫ് അപ്പീലിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഗവൺമെൻറ് പ്ലീഡർ പങ്കെടുക്കും, ADM ഉണ്ടാകും, ജില്ലാ ലോ ഓഫീസർ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ചീഫ് ജഡ്ജ് ജലഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്, ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്, എഞ്ചിനീയറാണ്. അദ്ദേഹത്തോട് ഈ ദൃശ്യങ്ങൾ, ആ അവസാനഘട്ട ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഫിനിഷിംഗ് എടുത്ത സമയങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൂട്ടലുകൾ, അതിൻ്റെ നിയമാവലി ഒക്കെ തന്നെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ വർഷങ്ങളായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായി നടത്തുന്ന പരിശോധന അല്ലെങ്കിൽ ഫിനിഷിംഗ് ഇങ്ങനെയാണ്. അതായത് ഓരോ ട്രാക്കിലും ഒരു രശ്മി വരും. ആ ഇൻഫ്രാറെഡ് രശ്മികൾ കൊണ്ട്, ആ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഓരോ ട്രാക്കിലും കൃത്യം എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് വള്ളം ഫിനിഷ് ചെയ്തതെന്ന് അറിയാൻ സാധിക്കുക. അതിലെന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ, പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇനി മൂന്നാം സ്ഥാനക്കാരുടെ പരാതി, സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നമുണ്ടായി, തങ്ങൾക്ക് നല്ല ട്രാക്ക് ലഭിച്ചില്ല, സ്റ്റാർട്ടിങ് കൃത്യം ആയിരുന്നില്ല എന്നാണ്. അതിന് ചീഫ് സ്റ്റാർട്ടറുടെ വിശദീകരണം തേടും. എങ്ങനെയാണ് ഓരോ സ്റ്റാർട്ടുകളും ആരംഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തേടും. അങ്ങനെ ഈ പരാതിക്കാരുടെയും ഒപ്പം തന്നെ ജഡ്ജസ് ആയിട്ടിരുന്നിട്ടുള്ള രണ്ടുപേർ, ഒന്ന് ചീഫ് ജഡ്ജ് അവസാന ഫിനിഷിംഗ് പോയിന്റിലെ ആള്, ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ജഡ്ജ്, അങ്ങനെ ഈ 2 ജഡ്ജിമാരുടെയും ഒപ്പം തന്നെ ഈ 2 പരാതിക്കാരുടെയും മൊഴികൾ എടുക്കും. മൊഴികൾ എടുത്ത ശേഷമായിരിക്കും ശാസ്ത്രീയമായ പരിശോധന നടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം ആ ശാസ്ത്രീയമായ പരിശോധന ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതിന് ഒരു പരിഹാരം നൽകുകയും ചെയ്യും. ഈ ജൂറി ഓഫ് അപ്പീലിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ ഈ പരാതിക്കാർക്ക് കോടതിയിൽ പോയാൽ പോലും തിരിച്ചടിയായേക്കും. SK.